+1 സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഗ്രാമർ പോർഷൻ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. സോ എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫ് ക്ലോസ് ആണ്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാമർ പോർഷൻസ് ആണ്. സോ എന്നാലും നിങ്ങൾക്ക് തെറ്റി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇഫ് ക്ലോസ്, എങ്ങനെയാണ് ഇഫ് ക്ലോസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളുടെ അമ്മമാരോടൊക്കെ അല്ലെങ്കിൽ അച്ഛന്മാരോടൊക്കെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് അവർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചില കണ്ടീഷൻസ് വെക്കും അല്ലെ. ഇപ്പൊ ഫോർ അമ്മ പറഞ്ഞു വീടൊന്ന് അടിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അമ്മ എനിക്ക് ഒരു 10 രൂപ തന്നാൽ ഞാൻ അടിച്ചു തരാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ ഞാൻ അടിച്ചു തരാം. അങ്ങനെ നമ്മൾ എപ്പോഴും ഡിമാൻഡ്സ് വെക്കുന്ന ആൾക്കാരാണ് അല്ലെ, അല്ലെങ്കിൽ കണ്ടീഷൻസ് വെക്കാറുണ്ട്. സോ ഇതിന് തന്നെയാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഇഫ് ക്ലോസ് മാത്രമല്ല, ഇതിന് നമ്മൾ കണ്ടീഷണൽ സെന്റൻസുകൾ എന്ന് പറയാറുണ്ട്. എന്താണ് പറയാറുള്ളത്? കണ്ടീഷണൽ സെന്റൻസസ്. ഓക്കെ, കണ്ടീഷണൽ സെന്റൻസസ്. സോ ഈ ഒരു ഇഫ് ക്ലോസിൽ 2 പാർട്ടാണ് ഉണ്ടാവുക. നമ്മൾ വെക്കുന്ന കണ്ടീഷനും അതിന്റെ റിസൾട്ടും അല്ലെ. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് 2 പാർട്ട് ഉണ്ട്. ഒന്ന് ഇഫ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ കൊടുക്കുന്ന കണ്ടീഷനും അതിന്റെ ഒരു റിസൾട്ടും. സോ ഇതാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഈ ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയാ. അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്ന ഈ പോർഷനെ നമ്മൾ മെയിൻ ക്ലോസ് എന്നാണ് പറയാറുള്ളത്. മെയിൻ ക്ലോസ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, സോ 3 കണ്ടീഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. സോ അതിൽ ഫസ്റ്റ് കണ്ടീഷനിലേക്ക് പോവാം. ഫസ്റ്റ് കണ്ടീഷന്റെ എക്സാമ്പിൾ നോക്കിക്കേ. ഇഫ് ഐ വർക്ക് ഹാർഡ് ഐ വിൽ സക്സീഡ്. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്താൽ ഞാൻ വിജയിക്കും. സോ ഇഫിന്റെ കൂടെ ഇവിടെ എന്താണ്, വർക്ക് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇഫിന്റെ കൂടെയുള്ള വേർബ് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു കണ്ടീഷൻ ഏതാ എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ ഇഫിന്റെ കൂടെ വർക്ക് ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം വേർബിന് 3 ഫോംസ് ഉണ്ട് അല്ലെ. V1 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്. അപ്പൊ ഇഫിന്റെ കൂടെ ഇവിടെ വന്നിട്ടുള്ളത് ഏതാണ്? വർക്ക്, വർക്ക്, വർക്ക്. ഏതാണ് വന്നിട്ടുള്ളത്? V1 ഫോം ആണ് അല്ലെ. ഓക്കെ, ഫസ്റ്റ് ഫോം, വേർബിന്റെ ഫസ്റ്റ് ഫോം, പാസ്റ്റ് ടെൻസ് അല്ല പ്രസന്റ് ടെൻസിലുള്ള ഫോം. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ വരേണ്ടത് വിൽ പ്ലസ് V1 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ മെയിൻ ക്ലോസിൽ വില്ല് വരണം. പിന്നെ അതിന്റെ കൂടെ V1 അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിൽ തന്നെയുള്ള വേർബിന്റെ ഫസ്റ്റ് ഫോമിൽ തന്നെയുള്ള എന്ത് വരണം, വേർബ് വരണം. അപ്പൊ അതാണ് നമ്മുടെ കണ്ടീഷൻ. ഇഫ് പ്ലസ് V1 gives എന്താണ്, വിൽ പ്ലസ് V1. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് പഠിച്ചോക്കി. അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. സോ നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇതുപോലെ വേർബ്സ് എന്ത് ചെയ്യാറുണ്ട്, ബ്രാക്കറ്റിൽ തന്നെ തരാറുണ്ട്. ഇനി ആ വേർബ്സ് തന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഏത് വേർബ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് എന്ത് ചെയ്താൽ മതി, ആ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്താൽ മതി കേട്ടോ. സോ ഇഫ് ഐ ഗെറ്റ് സിക്ക്, അപ്പൊ സിക്ക് നമ്മൾ നോക്കിക്കേ. ഇഫിന്റെ കൂടെ ആരാണ്, ഗെറ്റ് ആണുള്ളത്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസന്റ് ടെൻസ് ആണ് അല്ലെ, ഗോട്ട് അല്ല അല്ലെങ്കിൽ ഗോട്ടൺ അല്ല. അപ്പൊ ഗെറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ആകുമ്പോൾ നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്ത് വരണം, ഐ വിൽ ഗോ. നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കണോ, വെന്റ് ആക്കണോ? വേണ്ട, V1 തന്നെയാണ് വരേണ്ടത്. സോ ഐ വിൽ ഗോ ടു ദ ഡോക്ടർ. ഇഫ് ഹി കംസ്, കംസ് പ്രസന്റ് ടെൻസ് ആണ് അല്ലെ. കമ്മും കംസും ഒക്കെ പ്രസന്റ് ടെൻസ് ആണ്, സബ്ജക്ട് അനുസരിച്ച് മാറിയതേ ഉള്ളൂ. ഇഫ് ഹി കംസ് ഐ വിൽ കോൾ യു. ക്ലിയർ? സെറ്റ് ആണല്ലോ. ഇഫ് ഇറ്റ് റെയിൻസ്, ഇഫ് ഇറ്റ് റെയിൻസ് അല്ലെ, പ്രസന്റ് ടെൻസ് ആണ്. ഐ will drive to the station. ഡ്രൈവ് ഡ്രിവണോ ഡ്രോ ഒക്കെ ആക്കണോ? വേണ്ട അല്ലെ. സോ എന്ത് തന്നെയാണ്, ഡ്രൈവ് തന്നെയാണ്. ഓക്കെ, സോ ഇഫ് ഐ ഗെറ്റ് സിക്ക് ഐ വിൽ ഗോ ടു ദ ഡോക്ടർ. ഇഫ് ഹി കംസ് ഐ വിൽ കോൾ യു. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ഡ്രൈവ് ടു ദ സ്റ്റേഷൻ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് സെക്കൻഡ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷനിലേക്ക് നോക്കിക്കേ. ഇഫ് ഇറ്റ് റെയിൻഡ്, ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? നേരത്തെ ഇഫ് ഇറ്റ് റെയിൻസ് ആണെങ്കിൽ ഇവിടെ അത് റെയിൻഡ് ആയി പാസ്റ്റ് ടെൻസിലേക്ക് മാറിയില്ലേ, അല്ലെങ്കിൽ അതിന്റെ V2 ഫോമിലേക്കാണ് മാറിയിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, വി വുഡ് സ്റ്റേ ഇൻഡോസ്. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി വില്ല് എന്തായിട്ടുണ്ട്, വുഡ് ആയിട്ടുണ്ട്, ചേഞ്ച് വന്നിട്ടുണ്ട്. സ്റ്റേ ഇൻഡോസ്, സ്റ്റേ അല്ലെങ്കിൽ അവിടെ പ്രസന്റ് ടെൻസ് തന്നെയല്ലേ കൊടുത്തിട്ടുള്ളത്, സ്റ്റേഡ് ആക്കിയിട്ടുണ്ടോ? ഇല്ല അല്ലെ. സോ എന്താണ് അപ്പൊ വരാം, വുഡ് പ്ലസ് V1 ആണ് വരാം. ഓക്കെ, അവിടെ എന്ത് ചെയ്യണ്ട, വേർബിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. വില്ലിനെ എന്താക്കണം, വുഡ് ആക്കണം. സോ നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, ഇഫിന്റെ കൂടെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വുഡ് പ്ലസ് V1. സോ ഇഫ് പ്ലസ് V2 gives വുഡ് പ്ലസ് V2 അല്ല, വുഡ് പ്ലസ് V1. സെക്കൻഡ് കണ്ടീഷൻ. ഞാൻ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം.
നോക്കിക്കേ, ഇഫ് ഐ വാക്ക്ഡ് എവറി ഡേ, ഞാൻ എന്നും നടന്നിരുന്നെങ്കിൽ അല്ലേ, പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞ കാര്യമാണ്. ഇഫ് ഐ വാക്ക്ഡ് എവറി ഡേ, വാക്ക്ഡ് എന്നാണ്, അപ്പൊ എന്ത് വരണം? നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ വുഡ് വരണം. ഐ വുഡ്, ബീനെ മാറ്റണോ വേറാക്കണോ? ആവശ്യമില്ല അല്ലെ, കാരണം എന്താ ഇവിടെ വുഡ് പ്ലസ് V1 തന്നെയാണ്, അപ്പൊ V തന്നെയാണ്. ഐ വുഡ് ബി മോർ ഫിറ്റ്. ഇനി നോക്കിക്കേ, ഇഫ് ഹി ട്രൈഡ് ഹാർഡ്, ട്രൈ ആണോ ട്രൈസ് ആണോ? അല്ല അല്ലെ, പാസ്റ്റ് ടെൻസ് ആക്കിയിട്ടുണ്ട്, ട്രൈഡ് ആണ്. ഇഫ് ഹി ട്രൈഡ് ഹാർഡ് ഹി വുഡ് റീച്ച്ഡ് ആക്കണോ? വേണ്ട, V1 തന്നെയാണ്, വുഡ് പ്ലസ് V1 ആണ്. റീച്ച് ഹിസ് ഗോൾസ്. ഐ ബൈ ഡാഷ് ദീസ് ഷൂസ് ഇഫ് ദേ ഫിറ്റഡ്. അയ്യോ, ഇതെന്താ ഐ വെച്ച് സ്റ്റാർട്ട് ചെയ്തത്? ഇഫ് കാണുന്നില്ലല്ലോ അല്ലെ. എടാ ഇത് തിരിഞ്ഞൊക്കെ വരാട്ടോ, അപ്പൊ ഇഫ് എവിടെയാന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. സോ ഇഫ് ദേ ഫിറ്റഡ്, ഇഫിന്റെ കൂടെ ആരാണ്? ഇഫിന്റെ കൂടെ വരുന്ന വേർബ് ഏതാണ്? ഫിറ്റഡ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഐ വുഡ് ബൈ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി തേർഡ് കണ്ടീഷൻ അപ്പൊ എന്തായിരിക്കും? ഇഫിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് വരാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാല് ഒരു ഹാഡും വരും, അതിന്റെ കൂടെ എന്തും കൂടെ വരും? V3 കൂടെ വരും, വേർബിന്റെ തേർഡ് ഫോം. ഇപ്പൊ നിങ്ങൾക്ക് V1 V2 V3 അറിയില്ല എന്നുണ്ടെങ്കിൽ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? കോമൺ ആയിട്ടുള്ള കുറച്ച് വേർബ്സിന്റെ V1 V2 V3 കൊടുത്തിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യാ? വായിച്ചു നോക്കുക കേട്ടോ. ഇനിയിപ്പോ V2 അല്ലെങ്കിൽ ഇപ്പൊ വാക്ക് എന്നുള്ള വേർബിന്റെ V2 എന്താണ്? വാക്ക്ഡ് ആണ്. ED വെച്ചിട്ടാണ് V2 ആവുന്നത് അല്ലെ. സോ അങ്ങനെ ED വെച്ചിട്ടാണ് V2 എങ്കിൽ V3 എന്ത് തന്നെയായിരിക്കും? ED വെച്ചിട്ടായിരിക്കും. അല്ലാത്ത വേർബ്സും ഉണ്ട്. ഇപ്പൊ ഗിവ്, ഗേവ്, ഗിവൺ, ഇതൊക്കെ എന്താണ്? പല ടൈപ്പില് V2 V3 വരുന്നതാണ്. സോ കോമൺ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് V1 V2 V3 എന്ത് ചെയ്തിട്ടുണ്ട്? മിസ് ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഈ സ്ലൈഡ് കിട്ടുമ്പോൾ എന്ത് ചെയ്യാം? ഒന്ന് വായിച്ചു നോക്കാം. ഇനി തേർഡ് കണ്ടീഷനിലേക്ക് തന്നെ നമുക്ക് പോവാം. ഇഫിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വുഡ് ഹാവ് പ്ലസ് V3 ആണ് ആഡ് ചെയ്യേണ്ടത്. സോ എന്താണ് നമ്മുടെ തേർഡ് കണ്ടീഷൻ? ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വുഡ് പ്ലസ് അല്ലെങ്കിൽ വുഡ് ഹാവ് പ്ലസ് വേർബിന്റെ V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ തേർഡ് കണ്ടീഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു 3 കണ്ടീഷൻസും. നോക്കിയേ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഫ് ഐ ഹാഡ് നോട്ട്, ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഹാഡ് പ്ലസ് നോൺ ആണ്. നോൺ എന്ന് പറഞ്ഞാൽ നോ, ന്യൂ, നോൺ. നോൺ എന്ന് പറഞ്ഞാൽ V3 ഫോം ആണ് അല്ലെ. സോ ഹാഡ് പ്ലസ് V3 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വുഡ് ഹാവ്, മേക്കിന് V3 ആക്കണ്ടേ? മേക്കിന്റെ V3 എന്താ? മേക്ക്, മെയ്ഡ്, മെയ്ഡ് ആണ്. അപ്പൊ വുഡ് ഹാവ് മെയ്ഡ് സം ടീ. ഇനി അടുത്ത നോക്കിക്കേ, ഇഫ് യു ഹാഡ് സ്വിച്ച്ഡ് ഓൺ ദ ലൈറ്റ് യു ഡാഷ് ഓവർ ദ ചെയർ. അപ്പൊ നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വീഴില്ലായിരുന്നു എന്നാണ് കേട്ടോ. അതാണ് അവിടെ ഒരു നോട്ട് വന്നിട്ടുള്ളത്. അത് നമ്മൾ ബാധിക്കുന്ന കാര്യമില്ല, ആ നോട്ട് അതിന് ഇൻക്ലൂഡ് ചെയ്താൽ മതിയെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഹാഡ് സ്വിച്ച്ഡ് ആണ്, ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക? fall, fell, fallen. V3 ഫോം എന്താണ്? fallen ആണ്. സോ would have, you would have, would not have എന്ന് കൊടുക്കണം അല്ലെ, കാരണം നമുക്കൊരു നോട്ട് ആഡ് ചെയ്യാണ്ട് would not have fallen over the chair. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ 3 കണ്ടീഷൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എക്സാമിന് വരുന്ന ടൈപ്പ് ഓഫ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ കംപ്ലീറ്റ് ദ സെന്റൻസസ് സ്യൂട്ടബ്ലി. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ്, നിങ്ങൾ കോൺഫിഡൻസോടെ വർക്ക് ചെയ്താൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കും അല്ലെ. ഇഫ് യു വർക്ക് ആണ്, വർക്ക്ഡ് അല്ല, ഹാഡ് വർക്ക്ഡ് അല്ല. അപ്പൊ ഏതാ? ഫസ്റ്റ് കണ്ടീഷൻ ആണ് അല്ലെ. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു വിൽ വിന്നോ. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷെ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇഫ് ഐ ഹാഡ് വിൻ, ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തെറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ വേഗം എന്ത് ചെയ്യും? ഹാഡ് ഉണ്ട്, ഹാഡ് ഉണ്ടെങ്കിൽ എന്താണ്? ലാസ്റ്റ് കണ്ടീഷൻ ആണ് വുഡ് ഹാവ് അല്ലെ. വുഡ് ഹാവ് എന്തെങ്കിലും എഴുതി വെക്കും, V3 ഫോമും എഴുതി വെക്കും. പക്ഷെ അത് തെറ്റാണ്. കാരണം നോക്കിക്കേ, ഹാഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു V3 ഉണ്ടോ? ഇവിടെ ഒരു വേർബ് ഉണ്ടോ? ഇല്ല. ഇതൊരു നൗൺ ആണ് അല്ലെ. വിങ് ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഹാഡ് മാത്രം ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് കണ്ടീഷനാണ്. ഹാഡിന്റെ കൂടെ V3 വരുമ്പോഴാണ് അത് എന്താവുക? പാസ്റ്റ് പെർഫെക്റ്റ് ആവുക. അപ്പൊ ഹാഡിന്റെ കൂടെ V3 വരണം, ഇല്ലെങ്കിൽ ഇത് സെക്കൻഡ് കണ്ടീഷൻ ആണ്. അപ്പൊ എന്ത് പറയാം? ഇഫ് ഐ ഹാഡ് വിങ് ഐ വുഡ് പറക്കുമായിരുന്നു അല്ലെ. അപ്പൊ എന്താ വരിക? ഫ്ലൈ എന്നാണ് വരിക. അതിനെ V2 ആക്കണോ? വേണ്ട, ഫ്ലൈ. റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഐ ഹാഡ് ട്രൈഡ് അഗെയിൻ. ഹാഡ് ട്രൈഡ്, ഓക്കെ, ഇവിടെ V3 ഹാഡും വന്നു, V3 ഫോമും വന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഐ കുഡ് ഹാവ് അല്ലെങ്കിൽ വുഡ് ഹാവ്. ഈ വുഡിനൊക്കെ പകരം അല്ലെങ്കിൽ വില്ലിനൊക്കെ പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ, മേ, ഷോൾ, കുഡ്, മൈറ്റ്,
ഷുഡ് ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഓൾട്ടർനേറ്റീവ് ആയിട്ട് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഏതാ വരിക? ഐ കുഡ് സോൾവ് ദ പ്രോബ്ലം, ഐ കുഡ് ഹാവ് സോൾവ് ദ പ്രോബ്ലം. ഇതല്ലേ വരാം? കുഡും വന്നു, ഹാവും വന്നു, V3 ഫോമും വന്നു. കുഡ് ഹാവ് സോൾവ് ദ പ്രോബ്ലം. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് യു ഡാഷ് ഫാസ്റ്റർ യു കുഡ് ഹാവ് ഓവർടേക്കൺ ഹിം. ഇവിടെ ഇഫിന്റെ കൂടെ ഉള്ളത് എന്താണെന്നാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ഇവിടെ നോക്കിയേ, മെയിൻ ക്ലോസിൽ എന്താ വരുന്നത്? കുഡ് ഹാവ് ഓവർടേക്കൺ. അപ്പൊ കുഡ് ഹാവ് പ്ലസ് V3 ആണ് അല്ലെ. അപ്പൊ കുഡ് ഹാവ് പ്ലസ് V3 ആകുമ്പോ ഇവിടെ എന്ത് വരണം? ഇഫ് യു ഹാഡ് റൺ വരണം. ഹാഡ് പ്ലസ് V3. റണ്ണിന്റെ V3 എന്ത് തന്നെയാണ്? റൺ, റാൻ, റൺ തന്നെയാണ്. സോ ഇഫ് യു ഡാഷ് ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ ഹെൽത്ത് യു വിൽ നോട്ട് ഫോൾ. വില്ലും V1 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ആണ് ഇഫ് യു ടേക്ക് എന്ന് മതി. ഇഫ് യു ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ ഹെൽത്ത് യു വിൽ നോട്ട് ഫോൾ ഇൽ ഓഫൺ. അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതും അതുപോലെ ഇഫിന്റെ എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ എന്റെ മക്കൾ താഴെ കമന്റ് ചെയ്യുക. ഈസിയാണ്. ഈ 3 കണ്ടീഷൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. സോ ആൻസർ എ നിടാം, എന്നിട്ട് ഫ്രീസിന്റെ അവിടെ എന്താ വരുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ബി നിടാം, അവിടെ എന്താ വരുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അതിന് എന്തായാലും മിസ് റിപ്ലൈ തരാം കേട്ടോ. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. എക്സാമിന് എല്ലാ കൊല്ലം ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മിസ് അതിനുള്ള ക്ലാരിഫിക്കേഷൻസ് തരാം. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ലവ് യു ഓൾ. ബൈ.